ക്രിസ്തുവിൻ്റെ ദർശനത്തിലൂന്നിയ ഒരു യഥാർത്ഥ ക്രിസ്തീയ ജീവിതം പണിയപ്പെടുന്നതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് നിർമ്മലമായ ഹൃദയത്തിന് ഉടമകളായിരിക്കുക എന്നുള്ളതാണ്. ദ ഇന്നർ പ്യൂരിറ്റി. ദൈവത്തോട് അനുദിനം പ്രാർത്ഥിക്കണം. ദൈവമേ, എൻ്റെ ചിന്തകളെ, എൻ്റെ നിരൂപണങ്ങളെ, എൻ്റെ പ്രവൃത്തികളെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. ഒരിക്കൽ പാപഭാരത്തോടെ, അതിയായ കുറ്റബോധത്തോടെ ദാവീദ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലവിളിച്ചു പ്രാർത്ഥിച്ചു. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കണമേ. ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു എന്നതിനേക്കാൾ ഉപരി എന്തിനു വേണ്ടി ചെയ്യുന്നു എന്ന വ്യക്തമായ ചോദ്യവും ഉത്തരവും നമ്മുടെ ഓരോ പ്രവൃത്തികൾക്ക് പിന്നിലുമുണ്ടെങ്കിൽ നമ്മിലെ നല്ല മനസ്സാക്ഷി നഷ്ടപ്പെട്ടു പോയിട്ടില്ല എന്ന് വിചാരിക്കാം. നമ്മുടെ ചിന്തകളെ, വിചാരങ്ങളെ, നിരൂപണങ്ങളെ എല്ലാം ദൈവം അറിയുന്നുണ്ട്. ഹൃദയം കൊണ്ട് ഒന്ന് ആഗ്രഹിക്കുകയും പ്രവൃത്തിയിൽ മറ്റുള്ളവരെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി നാം ചെയ്യുകയും ചെയ്യുന്നുവെങ്കിൽ നമ്മിലെ നല്ല മനസ്സാക്ഷി ഇല്ലാതെയായിരിക്കുന്നു. യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ്റെ അനുഭവം നമ്മിൽ നിന്നും മാഞ്ഞു പോയിരിക്കുന്നുവെന്ന് നിസ്സംശയം പറയാം. നമ്മുടെ സകല പ്രവൃത്തികൾക്ക് പിന്നിലുമുള്ള ഉദ്ദേശങ്ങളെ, ആലോചനകളെ, കാരണങ്ങളെ ദൈവം വ്യക്തമായി അറിയുന്നുണ്ട്. ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് ജീവിതത്തിൻ്റെ പുറമേയുള്ള കാഴ്ചപ്പാടുകളിൽ, അവസ്ഥകളിൽ ചില മാറ്റങ്ങൾ മറ്റുള്ളവർ കാണേണ്ടതിന് വരുത്തിയിട്ട് ഹൃദയം കൊണ്ട് യഥാർത്ഥമായി അങ്ങനെ ഒരു മാറ്റത്തിന് ആഗ്രഹിക്കുകയോ ഇഷ്ടപ്പെടുകയോ താല്പര്യം കാണിക്കാതിരിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ നാം വ്യാജ മനസ്സിന് ഉടമകളാണ്. മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ നമ്മൾക്ക് എന്തും ചെയ്യുവാൻ കഴിയും. എന്നാൽ ഹൃദയത്തെയും ചിന്തകളെയും നിരൂപണങ്ങളെയും അറിയുന്നവൻ്റെ മുമ്പിൽ നമ്മുടെ നല്ല മനസ്സാക്ഷി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് ഈ ദിവസങ്ങളിൽ നിർമ്മലമായൊരു ഹൃദയത്തിൻ്റെ, ഒരു പുതുക്കത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മളെ ഒന്ന് നടത്തുവാൻ താഴ്ത്തി ഏൽപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എനിക്ക് നൽകണമേ.